നമ്മളെല്ലാവരും ഹാബിറ്റ്സുകളെ പറ്റി കേൾക്കാറുണ്ട്. നമ്മൾ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദിവസവും അല്ലെങ്കിൽ കുറേ ദിവസം നമുക്ക് ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാബിറ്റ് ഫോം ചെയ്യുന്നത്. സോ നമുക്കൊരു ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് ഒരു മിനിമം ഒരു കാര്യം എത്ര ദിവസം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു 21 ഡേയ്സ് എങ്കിലും നമ്മൾ ചെയ്യുക. ആദ്യം ഒരാഴ്ച, അതായത് ഒരു 7 ഡേയ്സ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു 14 ഡേയ്സിലോട്ട് ചെയ്യുക, പിന്നെ അത് 21 ഡേയ്സിലോട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ഹാബിറ്റ്സുകളെ പറ്റിയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് ചെറിയ മൈക്രോ ഹാബിറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഒരു ദിവസം എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് തന്നെ ചിട്ടപ്പെടുത്താനായിട്ട് പറ്റും. അതെങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ ഉറക്കം എണീറ്റിട്ട് കുറച്ച് സമയമുണ്ട്, ഒരു അവറുണ്ട്. അതായത് ആ എണീക്കുന്ന ഒരു 1 അവർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ആ സമയത്തിന് നിങ്ങൾ എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം വാല്യൂ ആണ് നമുക്ക് ആ ഒരു ഹോൾ ഡേയിൽ നമുക്ക് കിട്ടുന്നത്. അന്നത്തെ ദിവസം നന്നായിട്ടിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദിവസം നല്ല ദിവസമായിരിക്കും. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഉറക്കം എണീക്കുമ്പോൾ തന്നെ അന്ന് ആ ഒരു ഉറങ്ങി എണീറ്റതിന് വേണ്ടിയിട്ട് ദൈവത്തിനോട് നിങ്ങൾ നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഏറ്റവും നല്ല ദിവസമായിരിക്കണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ദൈവത്തിനോട് പറയുക, പ്രാർത്ഥിക്കുക. അന്ന് അതായത് നമ്മുടെ ഒരു നല്ലൊരു ഫ്രൂട്ട്ഫുൾ ഡേ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാണ് ഇരിക്കുന്നത്, വേറെ ആരുടെയും കൈകളിൽ ഇരിക്കുന്നതല്ല. അപ്പം ആ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ചിട്ടപ്പെടുത്താനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരിക്കണമെന്നും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ദിവസത്തിന് നിങ്ങൾ ഫോമുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ ദിവസത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. എന്നെല്ലാവരും തിരക്ക് പിടിച്ച് ഓടുന്ന ദിവസം ഇതാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തപ്പോഴാണ് അന്നത്തെ ദിവസം മാധുര്യമായിട്ടുള്ള ദിവസമായിട്ട് മാറുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു മൊബൈൽ നോക്കുന്നു, നിങ്ങൾ വേറെ ആളുകളുടെ ഇൻഫർമേഷനാണ് നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം പറയുന്നത്, നിങ്ങൾ വാട്ടർ കുടിക്കുക. സോ വാട്ടറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലോട്ട് അത്രത്തോളം ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു എനർജി ആയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്ടർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം ടു ഡു ലിസ്റ്റ് എഴുതുക. സോ ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതായത് നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എഴുതി വെക്കരുത്. ഇന്ന ദിവസം നിങ്ങൾക്കറിയാം ഇന്നൊരാളെ നിങ്ങൾ കാണണം, ഇന്നൊരാളെ മീറ്റ് ചെയ്യണം, ഇന്ന കാര്യം പഠിക്കണം, ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 കാര്യങ്ങളെയും നിങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങൾ എഴുതി മാത്രം വെച്ചാൽ മതി. പിന്നെ ബാക്കി ആ കാര്യത്തിനെ പറ്റി നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇല്ല. അതിനുശേഷം നിങ്ങൾ ചെറിയൊരു രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. എക്സസൈസ് നമ്മൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ, ബോഡി സ്ട്രെച്ച് ചെയ്താൽ അതൊരു എക്സസൈസ് ആണെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന ശീലമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിങ്ങൾക്ക് എഴുതാൻ, അതായത് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണോ ആ ബ്ലെസ്സിങ്സിൽ നിങ്ങൾ കൗണ്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ശരീരം ദൈവം തന്നിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടി നന്ദി കൊടുക്കാം. പിന്നെ അതുപോലെ നിങ്ങളുടെ പാരൻസിന് കൊടുക്കാം, അല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കാം. നിങ്ങൾക്ക് നല്ലൊരു ഭവനം ഉണ്ടെങ്കിൽ ഭവനത്തിന് നന്ദി എക്സ്പ്രസ് ചെയ്യാം. കാറുണ്ടെങ്കിൽ അതിന് ചെയ്യാം. സോ ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു 10ഓളം ബ്ലെസ്സിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നതും നല്ലൊരു കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി ടു ഡു ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. സോ ഒന്നുകിൽ നിങ്ങൾ പ്രയാസം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രയാസമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാനാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മളറിയാതെ തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇതുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു.